Good morning. We were studying about the different breathing organs that we completed, and yesterday we were studying about the teeth. So yesterday I told you to count your teeth. Have everyone counted? Some said 12, some said 20, 22, 25. Like that when you were telling different numbers. How many of you have 32 teeth? No one. Only elders. Oh, Edwin, you have 32. My goodness. Now, you children do not have now, but you will have 32 teeth when you grow up. When you are adult, you will have. Okay. So, we studied, humans are not herbivorous, omnivorous. Both we eat both the plant food plus flesh of other animals. So we are omnivorous. And yesterday we studied. I couldn't share. Wait a minute. I will share a screen, please. Wait. Don't draw. This is not the picture I want to share, but I will show. See, teeth of a cow. Cow in the palunda. ഇന്നലെയും പറഞ്ഞ പോലെ ആരെങ്കിലും പശുവിന്റെ വായിൽ പോയി നോക്കിയാ ഇല്ല അല്ലേ നല്ല മക്കള് ഓക്കെ സി ടീത്ത് പശുവിന്റെ പല്ലിന്റെ ഫസ്റ്റ് ഫ്രണ്ടിലുള്ള ടീത്ത് നോക്കാൻ നമ്മുടെയൊക്കെ പല്ല് പോലെ തന്നെ കടിച്ച് ഇതാക്കാൻ വേണ്ടി പക്ഷേ ബാക്ക് ടീത്ത് അതിൽ ബാക്ക് ടീത്തിന്റെ ഫിഗേഴ്സ് കാണിക്കുന്നില്ല in this figure you can see ബാക്കിൽ നമ്മുടെ അണപ്പല്ല് പോലെ തന്നെയുള്ള പല്ലുകളാ കണ്ടോ okay okay next this is the features of a herbivorous next teeth of a lion see teeth of a lion this teeth here four teeth sharp teeth കണ്ടോ ഷാർപ്പ് ആയിട്ടുള്ള ടീത്ത് കണ്ടോ labeled this is caninian sharp teeth ഇതെന്തിനാണ് ഈ ഷാർപ്പ് ടീത്ത് ടു tear the flesh of other animals അതായത് ഇപ്പൊ അവര് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ they will be catching a live prey അതായത് ജീവനുള്ള ഒരു ഇരേനെയാണ് അവര് എന്ത് ചെയ്യുന്നത് അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ അത് എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിൽ നിന്ന് ഇറ്റ് വിൽ ട്രൈ ടു എസ്കേപ്പ് ഫ്രം ദാറ്റ് സോ അത് എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഈ പല്ല് ഉപയോഗിച്ച് കടിച്ച് അമർത്തി പിടിക്കും ആൻഡ് സീ ദിസ് ടീത്ത് ഉണ്ടോ എന്നെ പിടിച്ച് വാ തുറന്ന് വെച്ചേക്കോ കൈ അങ്ങ് വെച്ചു കൊടുത്താൽ നല്ല സുഖമായിരിക്കും ഇപ്പൊ കണ്ടോ ഈ ടീത്ത് കണ്ടോ 4 പല്ലുകൾ എത്ര ഷാർപ്പാണെന്നുള്ളത് ക്യാൻ എവരിബഡി സീ ദാറ്റ് ഗ്രേസ് ക്യാൻ യു സീ കാണുന്നുണ്ടോ ഏബൽ can you see okay see the teeth of a lion next see lion teeth എന്തെന്ന് teeth of a human മെസ്സി ധാര വളർത്തുന്നേന്ന് തോന്നുന്നു
ഇത് നമ്മുടെ പല്ലുകൾ, ഹ്യൂമൻസ്, ടീത്ത് ഓഫ് എ ഹ്യൂമൻ. ദാറ്റ് ഈസ് വി ആർ ഓംനിവോറസ്. സി ഫ്രണ്ടിലെ ടീത്തുകള് ആൻഡ് ബാക്ക് ടീത്ത് ഐ വിൽ ഷോ യു. സി ദിസ് ഇസ് ഫ്രണ്ടിൽ വി ഹാവ് see this one. So front teeth here, front two teeth broad ആയിട്ടുള്ളതായിരിക്കും, ഫ്ലാറ്റ് ആയിട്ടുള്ളത്. അതിനുശേഷം രണ്ട് ഈ പല്ലുകൾ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കടിച്ചിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ദിസ് വൺ. ഓക്കെ, ആൻഡ് സി ബാക്ക് സൈഡിൽ ചൂ ചെയ്യാൻ വേണ്ടി, നന്നായിട്ട് ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിൽ നമ്മളെ മോളാർസ്. Molars and premolars. These are premolars and these are molars. Okay. Miss, നമ്മൾ ഫോർത്തിലെ ടീത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. Yes, we have studied here. Lifestyle of living things ആണ്. അപ്പൊ അതില് നമ്മുടെ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് every animals teeth structure. അവര് കഴിക്കുന്ന ഫുഡിനെ ആശ്രയിച്ചാണ് അവരുടെ പല്ലിന്റെ സ്ട്രക്ചർ. നമ്മള് ലയണിന്റെ പോലത്തെ പല്ലല്ല നമ്മുടേത്. ബിക്കോസ് ലയൺ നീഡ് ഷാർപ്പ് ടീത്ത്, ഷാർപ്പായിട്ടുള്ള ടീത്തേ വേണം അതിനെ ഇരയെ കടിച്ചു കയറാൻ വേണ്ടി, അല്ലേ? ഓക്കെ, അതെ. Next rodents. നമ്മൾ rodents നെ കുറിച്ച് പഠിച്ചു. Rodents like the squirrel, rats and all have they have to അവര് സീഡ്സ് ഒക്കെയാണ് തിന്നുന്നത്, ഈ ഡ്രൈ സീഡ്സ് ഒക്കെ കൂടുതൽ തിന്നുന്നത്. അപ്പൊ they have a small and sharp front teeth. I will share the screen and I will show you teeth of a teeth of മിസ് ആരാ വരച്ചിടുന്നുണ്ട്? ഇനി ഒന്ന് വരച്ചേ കാണട്ടെ. ഇതെന്താ മക്കളെ നിങ്ങൾ ഈ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത്? Someone has drawing. Someone has drawn. Now let me see how to draw. Okay, see this teeth of a rat. റാറ്റിന്റെ കണ്ടോ എന്റെ പല്ലുകള്? അതായത് ഈ നട്ട്സുകളൊക്കെ കുറച്ച് തിന്നാൻ വേണ്ടിട്ട് അതിന്റെ ഷാർപ്പ് ടീത്തുകളായിരിക്കും. ഇങ്ങനത്തെ സ്മോൾ ആയിരിക്കും, ലൈനിന്റെ പോലെ അല്ല, വലുതല്ല, പക്ഷെ സ്മോൾ ആണ്. ഇതിപ്പം വലിയ ഫിഗർ ആയതുകൊണ്ടാണ്. റാബിറ്റിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? റാബിറ്റിന്റെ ടീത്ത് സെയിം ലൈക്ക് Miss, I am Angel. My house so many rabbits. Rabbits are there. Rabbits. Rabbit you have? Yes, small one and a big one. Oh. Then you might have seen the teeth, isn't it? Yes. See, rabbit in your teeth, rat in your teeth. Okay. Some 5 babies are born yesterday. Oh, good. Yes. Good. Now see. Is there squirrel teeth on Kero? Squirrel. സ്ക്വയറിന് പല്ലെല്ലാം ഉണ്ടാ? See. Squirrels like rabbits only. Sorry, rats only. റാറ്റിന്റെ പോലെയുള്ളതാണ്. എന്താ? Did you see? Teeth. Same. Nuts, fruits and all.
See, മണ്ണിന്റെ അടിയിലേക്ക് കൂടി വരുമോ? rodent faces. See, yeah. ഇതുണ്ടോ? കോൺ തിന്നുന്നുണ്ടോ? ക്യാരറ്റ്. കോൺസ്. ഓക്കെ. See, എല്ലാ നട്ടുകളും സീഡ്സുകളും ഒക്കെ തിന്നും. ഓക്കെ. ഓക്കെ ഓക്കെ. കണ്ടില്ലേ നിങ്ങളാ? ഓക്കെ. Now see, rodents like the squirrel, rabbit and mouse eat seeds and fruits. They have small and sharp front teeth which help them to gnaw at food. ആ ഫുഡ് ഇങ്ങനെ കുറച്ച് തിന്നാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. Oh, Angel, please show your rabbit. Oh, good. How many are there? 1, 2, 3. Can anyone see? കാണാൻ പറ്റുന്നുണ്ടോ ഏഞ്ചലിന്റെ റാബിറ്റിനെ? വെരി നൈസ്. ഓക്കെ ഗുഡ്. കുഴപ്പമില്ല. അമേരിക്കത്തെ റാബിറ്റിനെ കണക്കായിട്ടുണ്ടല്ലോ. ആഹാ, അമേരിക്കത്തെ റാബിറ്റിനെ പോലെ ഉണ്ട്. വെരി നൈസ്. ഓക്കെ. Okay, next, frogs feed mostly on insects like flies and beetles. The frog uses its sticky tongue to capture its prey. The tongue is fixed in the front and free from behind. Say, frogs have no teeth. Instead of that, the frogs use its sticky tongue. Have you seen frog's tongue? Frog in the tongue കണ്ടിട്ടുണ്ടോ? അതായത് it is long. When it gets its prey means small insects and all, flies, small like that vendor. So when it sees that, it will just take out its tongue and it is sticky. The insect will stick in that and it will take inside. Okay, I will show the figure. എനിക്കറിയാം അതെങ്ങനെയാ തോന്നുന്നല്ല. See, frog in the tongue ഉണ്ടോ? Can you see? Frog in the tongue ഉണ്ടോ? Here, ഈ ഫ്രോഗിന്റെ വായി പല്ലൊക്കെ ഉണ്ട് കേട്ടോ. Frog tongue is a high spirit. Okay? കാണാൻ കഴിയുന്നില്ല. അല്ല ഈനെ കാണാൻ കഴിയുന്നില്ല. എന്ത്? That is frog. Okay, revise please. Look here. It's not a hand, it's a tongue. ടങ്ങിന്റെ ഒരുമാതിരി എന്താ പറയുന്നത്, ഒട്ടിപ്പിടിക്കുന്നതുണ്ട്. അപ്പം ഈ ഫ്ലൈസ് കണ്ടോ, ഇത് കണ്ടോ അവിടെ, ഈ ഫ്ലൈ ഒക്കെ വന്ന് ഇതിൽ പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റിക്ക് ആയി പോകും, ഒട്ടിപ്പിടിക്കുന്ന പോലെ ആകും. Then it will take inside. Okay. ഇതൊന്ന് സൂപ്പർമാൻ ഉണ്ടല്ലോ. See this one. Okay. Long tongue thing. What is this? Long tongue. Yeah. Okay. Now did you... ഒരു കുട്ടിയുടെ വാല് തവളയിട്ടനെ. Okay. And the tongue is fixed in the front. Frontile fixed and free from behind. Back is free ആയിട്ടാണ്. How do animals move? Why do animals move and how do? എന്തിനാ animals ഒക്കെ move ചെയ്യുന്നേ? Rehan, please listen. Why do animals move? Edwin tell. Edwin, please tell. Search for food. Animals move here and there in search of food because no one gives food for animals which is in the forest or roaming here and there. ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന animals. Okay, wait.
ആനിമൽസ് ഫുഡിന് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അന്വേഷിച്ച് നടക്കുന്നത്. നമ്മൾ ആരും ഫുഡ് കൊടുക്കുന്നില്ല. ഇഫ് യു ഹാവ് പെറ്റ് അനിമൽസ് അറ്റ് ഹോം ലൈക്ക് കൗ, ഷീപ്പ്, ഡോഗ്, കാറ്റ് ആൻഡ് ഓൾ, we will feed them. Otherwise, which are roaming here and there, which are wandering here and there, we will not feed them. If any street dog, are we giving food for that? No. If any street cat is there, are we giving food for that? No. It has to go here and there in search of food. So it moves. നമ്മൾ അതിനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ജീവികൾക്കൊന്നും ഭക്ഷണം കൊടുക്കാറില്ല. If any dog comes like that way to our house, we will chase them. അതിനെ ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. Miss, when we are sleeping, then some cats are come and eat Okay. That means it is coming in search of food. അതിന്റെ അർത്ഥം അത് ഫുഡ് അന്വേഷിച്ച് വരുന്നു എന്നാണ്. നമ്മുടെ വീട്ടിലുള്ളതിന് നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട്. ഇഫ് കൗ ഈസ് there, if goat is there, if dog is there, if cat is there, hen is there, we are feeding them. And birds which we keep at home as pet, we feed them. But the birds which are flying here and there, they have to find their own food. So animals move here and there in search of food, and they have to escape from enemies, so they will move. If animals see their enemies, they will try to escape from those animals, enemy animals. Then they will move. നമുക്കറിയാം, when a horse or a zebra or a rabbit see a tiger, it will try to escape from it. ഒരു റാബിറ്റ് അല്ലെങ്കിൽ ഒരു ഹോർസ് അല്ലെങ്കിൽ സീബ്ര ഒക്കെ ലയണിൽ നിന്നോ ടൈഗറിൽ നിന്നോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? ഇറ്റ് വിൽ റൺ അവേ. അത് ഓടി രക്ഷപ്പെടാൻ ട്രൈ ചെയ്യും. അതുപോലെ നമ്മുടെ ഇവിടെയൊക്കെയുള്ള സ്ട്രീറ്റ് ഡോഗ്സ് നമ്മുടെ അടുത്ത് നമ്മൾ കല്ലൊക്കെ എടുത്തെറിഞ്ഞ് ഓടിക്കും. വോണ്ട് യു ഡു ലൈക്ക് ദാറ്റ് വേ? അതില് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തെരുവുപട്ടികളൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചു വിടുവോ? ഓ, ജോസി ഇസ് റെഡി. മെരിയർ പട്ടിയുടെ കടി രക്ഷപ്പെട്ടാണോ? ഓക്കെ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സേഫ് ആയിരിക്കണം കേട്ടോ. ചുമ്മാ പട്ടീനെ കണ്ടിട്ട് കല്ലെടുത്തെറിഞ്ഞാലുണ്ടല്ലോ അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ അറ്റാക്ക് യു. കടിക്കും. സാധനം കൊണ്ടറിയും. മൈ ഗോഡ്, ഡോണ്ട്. അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മാത്രം നിങ്ങൾ തനിച്ചോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പോട്ടെ, എങ്ങനെയും നിങ്ങൾ ട്രൈ ടു എസ്കേപ്പ്, ഓടി രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചോളുക. പട്ടിയെ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായിനൊക്കെ നമ്മള് കല്ലെടുത്തെറിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മളെ അറ്റാക്ക് ചെയ്യും. പിന്നെ നമ്മള് ഇഞ്ചക്ഷൻ എടുക്കാൻ പോണം. എന്താ നിങ്ങൾക്ക് അറിയാലോ, പട്ടി കടിച്ചാലുള്ള ഇതൊക്കെ. കയ്യിലൊന്നുമില്ല ഇഞ്ചക്ഷൻ വെക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെന്ന് അറിയില്ല, നമ്മൾ തിരിച്ചതിനെ ഒന്നുകൂടെ അടിച്ചുണ്ടല്ലോ. നമ്മുടെ കയ്യിൽ വടിയൊക്കെ വേണം. ഓടിയാല് പുറകിലോടും നടന്നിട്ട് വേണം. Okay, that it depends upon the mood of that dog. Okay. Then run and protect itself. Then another, build a home or look for a shelter where it can rest and breed. So animals move in for three needs. First one is in search of food, and second one is to protect itself from the enemies. Third one, to find a shelter for that. Shelter means what? House. So all animals need some shelters to take rest and to breed. What is the meaning of breed? Breeding means what? Who knows? Breeding means Angel, tell firstly. Breeding means what? പിന്നെ എന്തിനാ കൈവക്കിയ? ബ്രീഡിംഗ്, BREEDING. ബ്രീഡിംഗ് മീൻസ് പെറ്റ് പെരുകുക. നിങ്ങൾ കണ്ടുപിടിച്ച് വരുമ്പോൾ സമയം തരും. ബ്രീഡിംഗ് മീൻസ് പെറ്റ് പെരുകുക. അതിന്റെ കുഞ്ഞുങ്ങളെ ഉണ്ടാകണം, അല്ലെ? അതിന്റെ ജനറേഷനെ ഉണ്ടാക്കണം. സോ ദാറ്റ് ഈസ് ഫീഡിങ്, നോട്ട് ബ്രീഡിങ്. ഫീഡിങ് മീൻസ് ഭക്ഷണം കഴിക്കുക. ഓക്കെ. സോ അതിനൊരു കൂടുണ്ടാക്കി അല്ലെങ്കിൽ ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് താമസിക്കാൻ സൗകര്യം വേണം. അതിൽ അതിന്റെ മുട്ടയിട്ടിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടോ ഓരോ അനിമൽസും അല്ലെങ്കിൽ ബേർഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബ്രീഡിംഗ് ടൈമില് അതിന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറ്റ് നീഡ് എ ഷെൽട്ടർ. സോ ഇറ്റ് മൂവ്സ് അറൌണ്ട് ടു ഫൈൻഡ് എ ഷെൽട്ടർ for three needs. First one is to find food, second one is to protect itself from the please don't unmute, please mute yourself. Okay. First one is to find food, second one is to find shelter,
shelter to take rest and to breed. Then third one is to protect itself from the enemies. And how do they move? Some will walk in with the 2 hands, sorry, not hands, legs, and some will walk with the 4 legs, and some will fly also. Some will crawl. Crawl means what? ഇഴയുക. അങ്ങനെ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പം animals have different types of body parts or limbs for movement and different ways of moving from one place to another. So most animals usually have 4 limbs. 4 limbs means 4 legs, that is 2 legs 2 hands. limb എന്നാണ് പറയുന്നത്. 2 കൈ 2 കാല് എന്നല്ല മൃഗങ്ങൾക്ക് പറയുന്നത്. നമ്മൾ പറയാം പശുവിന്റെ കൈ പശുവിന്റെ കാല് എന്നൊക്കെ. But limbs and 4 limbs means like a cow. How many limbs are there for cow? 4 are there. How many limbs are there for cat? 4 are there. How many limbs how many legs are there for hen? Hen 2 only. Have you seen kangaroo? Kangaroo ne kandittundo? How many have you not seen the picture of kangaroo? Only 2? Yes, ma'am. Okay. Only 2? No, madam, I am also. 4 are there. But നമുക്കറിയാം സാധാരണ അത് 2 കാല് ഉപയോഗിച്ച് ജമ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? 2 കൈ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? Have you seen? Okay, 4 are there. Okay, most animals usually have 4 limbs. The 2 limbs in front are called 4 limbs. ഫ്രണ്ടിലുള്ള 2 കൈകള് അല്ലെങ്കിൽ നമ്മൾ പശുവിന്റെ ഒക്കെ 2 കൈ എന്ന് പറയുന്ന ഫ്രണ്ടിലുള്ളത്. Okay, that is known as 4 limbs. 4 limbs means forward എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നോട്ടേക്ക് എന്നുള്ള മുന്നിലുള്ള limbs. And This class is going to finish. Okay, I know that. Class is going to finish. 4 limbs which help them to keep their balance. The tail in sorry. And the 2 at the back are called the hind limbs. Backil balance ചെയ്യാൻ. No, I am not talking about kangaroo, my dear. I am talking about 4 limbs animals. 4 കാലുള്ള ജീവികളെ കുറിച്ചാണ് പറയുന്നത്. ഫ്രണ്ടിലുള്ളതിനെ ഫ്രണ്ടിലുള്ള നമ്മൾ കൈ എന്ന് പറയുന്ന അതിനെ we call it 4 limbs and ബാക്കിലുള്ള hind limbs. Okay, hind means ബാക്കിലുള്ളതിനെ hind limbs എന്നും പറയുന്നു. ഫ്രണ്ടിലുള്ള 2 കൈകൾ എന്ന് പറയുന്നത് 4 limbs. Okay, our time is going to finish. Some animals like a horse use all 4 limbs to move while others use only the hind limbs.